70ഉം 80ഉം വയസ്സ് പ്രായമായ അമ്മമാർ തിരക്കിട്ട് അടയ്ക്ക പൊളിക്കുന്നു, ഓലമടയുന്നു, തേങ്ങ പൊളിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഒരു മത്സരത്തിന് കോഴിക്കോട് കുറ്റ്യാടി കഴിഞ്ഞ ദിവസം സാക്ഷിയായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാകായിക മത്സരം. കൗതുകമുള്ള ഈ മത്സര കാഴ്ചകളാണ് ഇനി തത്സമയം. നടക്കുന്ന സ്പോർട്സ് മത്സരത്തിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് മാറ്റൊലി തൊഴിലുറപ്പ് നാട്ടുമ്പുറകളിൽ നിന്ന് അന്യമായി പോകുന്ന ഈ ഒരു ഇനം ഓലമ. തത്സമയം മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പല മത്സരങ്ങളും കാണാറുണ്ട്, പക്ഷേ ഇത് വിചിത്രമായ മത്സരമാണ്. ചെയ്യുന്ന തൊഴിലിൽ തന്നെ മികവാർക്ക് എന്ന് കണ്ടെത്താനുള്ളൊരു മത്സരം അല്ലേ? നമ്മൾ കേരളത്തിൽ മുൻപൊന്നും നമ്മൾ അങ്ങനെ കാണാത്ത ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് കോഴിക്കോട് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കലാകായിക മത്സരം ആണ് അവിടെ നടന്നത്. അതായത് 30 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമായ സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതലായും പങ്കെടുത്തത്. ഏകദേശം 1000-ഓളം ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തേങ്ങ പൊളിക്കൽ മത്സരമുണ്ട്, ഓലമെടയുന്ന മത്സരമുണ്ട്, കോണ്ടൂർ ബണ്ടിങ് എന്ന പേരിൽ നമ്മുടെ ഈ വടക്കൻ മേഖലയിലൊക്കെ ജലസംഭരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലൊരു നിർമ്മാണ രീതിയാണ്. അത്തരം തൊഴിലുറപ്പ് തൊഴിലാളികൾ നിത്യേന ചെയ്യുന്ന തൊഴിലുകൾ മത്സര ഇനങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി അങ്ങനെ ഒരു മത്സര പരിപാടി നടത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രായമായ സ്ത്രീകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. ജീവിതത്തിൽ ആദ്യമായി ഒരു മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളും അല്ലെങ്കിൽ അത്തരം ആളുകളും അവരുടെ അനുഭവം മത്സരത്തിന് ശേഷം അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുമായൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ആദ്യമായാണ്, അതായത് സ്കൂൾ കാലഘട്ടം, നമ്മുടെ ബാല്യകാലഘട്ടവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് പിന്നിട്ട് 80ഉം ഒക്കെ വയസ്സ് പ്രായമായ ആളുകൾ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു. അതിനൊരു ആവേശവും അത്ഭുതവും കൗതുകവും ഒക്കെ അവരുടെ പങ്കാളിത്തത്തിലും അവരുടെ ഇടപെടലിലും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വ്യത്യസ്തമായ വേറിട്ട ഒരു അനുഭവമായി മാറി എന്നുള്ളത് തന്നെയാണ്. അവരുടെ തന്നെ ആവശ്യമായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മത്സരം. നിത്യേന തൊഴിലെടുക്കുന്നവരാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമുക്കറിയാം. നമ്മുടെ ഗ്രാമീണ മേഖലയിലൊക്കെ നിർത്തിയ കാഴ്ചകളാണ്, അധ്വാനിക്കുന്ന അവരുടെ ഒരു ആ രീതിയിൽ പോവുകയാണ്. അതിനിടയിലാണ് അവർക്ക് ഇങ്ങനെയൊരു കലാകായിക മത്സരത്തിലേക്ക് കൂടി ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കൂടി വേണം എന്നൊരു ആവശ്യം അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നത്. അങ്ങനെയാണ് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിനുള്ള അവസരം ഒരുക്കിയത്. ഈ മത്സരം അങ്ങനെ വലിയ വിജയകരമായി പങ്കാളിത്തം കൊണ്ട് ആളുകൾക്ക് ആവേശമായി സമീപത്തുള്ള മറ്റു ഗ്രാമപഞ്ചായത്തുകളും ഇപ്പോൾ സമാനമായ രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഇത്തരം കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള അവരവർ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ മികച്ച രീതിയിൽ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനൊക്കെയുള്ള ഒരു അവസരം, അത് നല്ലതാണ്. പിന്നെ മത്സര ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ എന്ത് തരത്തിലും അത് നല്ലത് തന്നെയാണ്.